Good morning. Okay. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിരുന്നില്ല അല്ലേ? ഞാനാട്ടോ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് എടുത്തു വെച്ചോട്ടോ. നമുക്ക് ആ ലേബർ റൂമിന്റെ കുറച്ചും കൂടി ഉണ്ടല്ലോ, അത് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് എല്ലാ ചാപ്റ്റർ വൈസും അതിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് റിവിഷൻ കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ പോർഷൻ വേഗം തീർത്താൽ നിങ്ങൾക്ക് റിവിഷൻ കൂടി ഒന്ന് തരാലോ എന്ന് കരുതി ഞാൻ കയറിയതാണ് കേട്ടോ. ടെക്സ്റ്റ് എടുത്ത് വെക്കട്ടെ. ഓക്കെ, റെഡി ആയോ എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ലേബർ റൂമില് ന്യൂ ബോൺ കെയർ അല്ലെ? ആ പോയിന്റ്സുകൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർ ടു ബി ഡൺ. നമുക്കൊരു ന്യൂ ബോൺസ്, അതായത് നമ്മൾ ഒരു ഉണ്ടായ ഒരു നവജാത ശിശു അല്ലെ? അപ്പൊ നമ്മൾ ആ കുട്ടീനെ അതിനെ ന്യൂ ബോണിനെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം അല്ലേ? അപ്പൊ അതിന് വേണ്ടി അതിന്റെ ശരിയായ പരിചരണത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർ ടു ബി ഡൺ. ഒരു നല്ലൊരു പരിചരണത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞ് ഉണ്ടായ കുട്ടിയാണ് അല്ലെ? അപ്പൊ ആ കുട്ടിയുടെ ഒരു എന്താ പറയാ, നല്ല കെയർ കൊടുക്കണം നമ്മൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ശരിയായ പരിചരണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർ ടു ബി ഡൺ. ഫസ്റ്റ് നോക്കിയേ, ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കണ്ടോ, നമ്മൾ ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, കൈകാര്യം ചെയ്യുന്നതിന് മുന്നേ, അത് എടുക്കുന്നതിന്, ആ കുട്ടീനെ കൈകാര്യം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കൈകള് നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ആ കുട്ടീനെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകി, നമുക്ക് ഒരു ജേംസ് ഒന്നും ഇല്ല, മൈക്രോബ്സ് ഒന്നും ഇല്ല അല്ലെ? ആ കുട്ടീനെ നമ്മള് എന്താ പറയാ, എടുക്കുന്നതിന് മുന്നേ, അവരെ കൈകാര്യം ചെയ്യുന്നതിന് മുന്നേ കൈകള് നന്നായിട്ട് കഴുകണം. സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടോ, സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ, റൂമിംഗ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. അപ്പൊ കുഞ്ഞിനെ എങ്ങനെയാ, കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കിടത്താൻ പറ്റുമോ? കുഞ്ഞിനെ ആരുടെ കൂടെ തന്നെ കിടത്തണം? എങ്ങനെ? മദറിന്റെ കൂടെ തന്നെ അല്ലേ? കുഞ്ഞിനെ അമ്മയോടൊപ്പം തന്നെ താമസിപ്പിക്കണം. അത് ഈ അമ്മയുടെ അടുത്ത് തന്നെ കുട്ടീനെ കിടത്തണം. അങ്ങനെയല്ലേ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മേനെയും, ഇനിയിപ്പോ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കെയർ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് ഐസിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും കുട്ടീനെ മാറ്റും. അല്ലെങ്കിൽ നോർമലി ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ വേറെ, അമ്മേനെ വേറെയാണോ കിടത്തണ്ടേ? അമ്മയുടെ ചൂട് അടിക്കണല്ലേ കുട്ടിക്ക് അല്ലെ? ഉണ്ടായ കുട്ടീനെ നമ്മൾ അമ്മയുടെ അരികിൽ തന്നെയല്ലേ കിടത്തുന്നേ? അപ്പൊ അമ്മയുടെ ഒപ്പം തന്നെ കുട്ടീനെ താമസിപ്പിക്കണം. റൂമിംഗ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ, കീപ്പിംഗ് ദ ബേബി വാം. കുട്ടീനെ എപ്പോഴും എന്താ, ഒരു ചൂട് അല്ലെ, ചൂട് നിലനിർത്തണം. നല്ല ഇതൊക്കെ പൊതിഞ്ഞ് അല്ലെ, നല്ല ചൂടോടുകൂടി. അമ്മയുടെ ഇത്രയും ദിവസങ്ങള് അമ്മയുടെ വയറ്റിന്റെ ഉള്ളിലായിരുന്നു അല്ലെ? പെട്ടെന്ന് ആ കുട്ടി പുറത്തേക്ക്, നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് കുട്ടി ഒന്ന് ഇതാവണ്ടേ? അപ്പൊ അതുവരേക്കും ആ ഒരു ചൂട്, അപ്പൊ ഒരു എന്താ പറയാ, ചൂട് നിലനിർത്തണം. കീപ്പിംഗ് ദ ബേബി വാം. കുട്ടിക്ക് ചൂട് നിലനിർത്തണം. അടുത്ത് നോക്കിയേ, എക്സ്ട്രാ. അവിടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയത് കേട്ടോ, കറക്റ്റ് ആണോ നോക്കാം. എക്സ്ട്രാ എന്നാണ്, EXTRA, എക്സ്ട്രാ കെയർ. എക്സ്ട്രാ കെയർ should be taken to the temperature in preterm and LBW, low baby. എന്താ പറഞ്ഞേക്കുന്നത്? എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കണം. to taken to the temperature. അതായത് നമ്മൾ പറയില്ലേ പ്രീറ്റേം എന്ന് പറഞ്ഞാൽ എന്താ, മാസം തികയാത്ത കുട്ടികള് അല്ലെ? 7ാം മാസത്തിലൊക്കെ പ്രസവിക്കുന്ന കുട്ടികളുണ്ടല്ലോ. അതായത് നോർമല് അവരെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളാണ് ഈ അങ്ങനെ ജനിക്കുന്ന കുട്ടികള്. അല്ലെങ്കിൽ LBW എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ബർത്ത് വെയിറ്റ് ആണ് കേട്ടോ. എഴുതി വെച്ചാൽ എക്സാമിന് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലോ, LOW.
LOW, low birth, BIRTH, birth weight, low birth weight. ഇപ്പൊ മാസം തികയാതെ കുട്ടികള്, ഇനി വെയിറ്റ് കുറവുള്ള കുട്ടികള്, അവർക്കൊക്കെ എന്താ എക്സ്ട്രാ കെയർ കൊടുക്കണം. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ. അതൊക്കെ മാസം തികയാത്ത കുട്ടികളാണ്, അല്ലെങ്കിൽ വെയിറ്റ് കുറവുള്ള, ലോ ബർത്ത് വെയിറ്റ്, ജനിക്കുമ്പോ തന്നെ ചില കുട്ടികൾക്കൊക്കെ വെയിറ്റ് കുറവാകുമല്ലോ, ചില കുട്ടികൾക്കൊക്കെ വെയിറ്റ് കുറവുള്ളതാണെങ്കില് അങ്ങനെയുള്ള കുട്ടികളെയും എന്ത് ചെയ്യണം, എക്സ്ട്രാ കെയർ കൊടുക്കണം. എക്സ്ട്രാ എന്നൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ, EXTRA, എക്സ്ട്രാ കെയർ. നെക്സ്റ്റ് നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ്, കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. കോഡ് എന്ന് പറഞ്ഞാൽ പൊക്കിൽ കൊടി. പൊക്കിൽ കൊടി എങ്ങനെ ആക്കണം? അപ്പൊ നമ്മള് പ്രസവിച്ച് കഴിയുമ്പോ തന്നെ പൊക്കിൽ കൊടി കട്ട് ചെയ്യൂലേ, എന്നിട്ട് പിന്നെ കുട്ടിയുടെ അവിടെയൊക്കെ നമ്മള് വെള്ളമൊന്നും ആകാതെ അല്ലേ, അത് പഴുപ്പൊന്നും വരാത്ത രീതിയിൽ അത് ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. ആ പൊക്കിൽ കൊടി ശരിക്കും ഉണങ്ങണ്ടേ, ഉണങ്ങുന്നത് വരേക്കും ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. കോഡ് എന്ന് പറഞ്ഞാൽ CORD, കോഡ് പൊക്കിൽ കൊടിയാണ് കേട്ടോ പറയണേ. കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. നെക്സ്റ്റ് നോക്കിയേ, the care provider should be perceives the newborn at a given intervals after the delivery. ഇനി ഡെലിവറിക്ക് ശേഷം ഈ കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന ആളുകള്, അവര് നിശ്ചിത ഇടവേളകളില് ആ കുട്ടീനെ, ന്യൂബോൺ ബേബീനെ കാണണം. ഫിക്സ്ഡ് ഇന്റർവെൽസില് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കൂലേ അല്ലേ. ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഡോക്ടറൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ, ഡ്യൂട്ടി നേഴ്സ് ഒക്കെ ആണെങ്കിലും ഇടയ്ക്ക് അവര് വന്ന് കുട്ടീനെ അമ്മേനെയൊക്കെ ഒന്ന് നോക്കിയാണോ, വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഒരു ഗിവൺ ഇന്റർവെൽസ് അല്ലെ, ഒരു ഇന്റർവെൽസ് പ്രത്യേക ഇടവേളകളില് കുട്ടീനെ, ന്യൂബോൺ ബേബി ആ കുട്ടീനെ വന്ന് കാണണം. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഈ ജനിച്ച ഉടനെ അല്ലെങ്കിൽ ന്യൂബോൺ കെയർ, നവജാത ശിശുക്കളുടെ പരിചരണത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ? 6 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞേട്ടോ. ആ കുട്ടീനെ കൈകാര്യം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, കൈ നന്നായിട്ട് കഴുകണം, കുട്ടീനെ അമ്മയോടൊപ്പം തന്നെ താമസിപ്പിക്കണം, കുട്ടിക്ക് ആ ടെമ്പറേച്ചർ, ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമുക്ക് ആ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികള്, അല്ലെങ്കിൽ ജനിക്കുമ്പോ തന്നെ വെയിറ്റ് കുറഞ്ഞ കുട്ടികള്, അവർക്കൊക്കെ എക്സ്ട്രാ കെയർ കൊടുക്കണം. പിന്നെ കോഡ്, പൊക്കിൽ കൊടി ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും സൂക്ഷിക്കണം, നനവൊന്നും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നനവൊന്നും വരാതെ അത് ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ ഒരു നിശ്ചിത ഇടവേളകളില് ഈ കെയർ പ്രൊവൈഡേഴ്സ് കുട്ടീനെ വന്ന് കാണണം. ന്യൂബോൺ, ആ നവജാത ശിശുവിനെ വന്ന് കാണണം ഡെലിവറിക്ക് ശേഷം. കണ്ടോ, ആഫ്റ്റർ ദ ഡെലിവറി. ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോയിന്റ്സ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി, എന്തൊക്കെയാണ് അവിടെ പ്രോട്ടോകോൾസ്. എന്തിന്? ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ലേബർ റൂമിലേക്ക് നമ്മൾ എല്ലാവർക്കും ഓടി കയറാൻ പറ്റുമോ ലേബർ റൂമിലേക്ക്? അല്ലാതെ നമ്മൾ വാർഡില് അല്ലെങ്കിൽ റൂമിലൊക്കെ പോയി കാണുന്ന പോലെ ലേബർ റൂമിലേക്ക് എല്ലാവർക്കും പ്രവേശനം ഇല്ല അല്ലെ. ആ ലേബർ റൂമിലേക്ക് പ്രവേശനത്തിനുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? അവിടുത്തെ പ്രോട്ടോകോളുകള്, പെരുമാറ്റ ചട്ടങ്ങള്, അങ്ങോട്ടേക്കുള്ള കയറാനുള്ള, എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നെക്സ്റ്റ് നോക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കണേ. ഇതൊക്കെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. കണ്ടോ, ആ ലേബർ റൂമിലേക്കുള്ള പ്രവേശനം എങ്ങനെയാ? പരോക്ഷമായിരിക്കണം. ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റൂം അല്ല ലേബർ റൂം എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങോട്ടേക്കുള്ള പ്രവേശനം എങ്ങനെയായിരിക്കണം? ഇൻഡയറക്റ്റ്, ഒരു പരോക്ഷമായിരിക്കണം. ടിപ്പിക്കലി എ ബഫർ സോൺ, അവിടെ എന്തായാലും ഒരു ബഫർ സോൺ ഉണ്ട്. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആ റൂമില്ലേ, ഡെലിവറി റൂമില്ലേ, അതിലേക്ക് കയറുന്നതിന് മുന്നേ അവരെയൊക്കെ ഒന്ന് റെഡി ആക്കാനായിട്ടുള്ളത് അങ്ങനെയുള്ള റൂം നമുക്ക്, അതായത് നമുക്ക് ഒരു പ്രത്യേക ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ആണ് കേട്ടോ. ബിഫോർ എൻട്രിങ് ടു ദ ആക്ച്വൽ ബർത്തിങ് സ്പേസ്, അല്ലെങ്കിൽ ഡെലിവറി റൂമിലേക്ക് കയറുന്നതിന് മുന്നുള്ള ഒരു റൂമാണ് ബഫർ സോൺ എന്ന് പറഞ്ഞ ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ആണ്. ഒരു പ്രത്യേക ഒരു നിയുക്തമായിട്ടുള്ള ഏരിയ ആണ്.
നോക്കിയാൽ അവിടെ എന്താ റിക്വസ്റ്റ് ടു ബി ബഫർ സോൺ റിക്വസ്റ്റ് ടു ബി മെയ്ഡ് ഇഫ് പോസിബിൾ ടു. ഇനി എന്തിനാ ബഫർ സോൺ is made if possible to change of shoes. അവരുടെ ഡ്രസ് ഷൂസ് ചേഞ്ച് ചെയ്യാൻ, വീറിങ് മാസ്കുകൾ ധരിക്കാൻ, ആൻഡ് ക്യാപ്പുകൾ ധരിക്കാൻ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ലേബർ റൂം. ലേബർ റൂമിലേക്ക് നേരെ ഓടിച്ചെന്ന് കയറാൻ പാടില്ല. ലേബർ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ ആദ്യം എങ്ങോട്ടേക്ക് പോണ്ടേ? ബഫർ സോൺ അല്ലെ, അതൊരു ഡെസിഗ്നേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഷൂസ് ചേഞ്ച് ചെയ്യാൻ, മാസ്കുകൾ ധരിക്കാൻ, ക്യാപ്പുകൾ ധരിക്കാൻ അല്ലെ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടി ഒരു നിയന്ത്രമാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു ഏരിയ ആണ് ബഫർ സോൺ. അപ്പൊ ബഫർ സോണിൽ പോയി അല്ലെ ആ ഒരു ഏരിയയിൽ പോയിട്ട് ഇതൊക്കെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് മാസ്ക് ധരിച്ച് ക്യാപ്പ് ധരിച്ച് ഷൂ കവറൊക്കെ ധരിച്ച് അതിനുശേഷം മാത്രമേ നമുക്ക് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ലേബർ റൂം. എന്തിനു വേണ്ടിയാ? ലേബർ റൂമിൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ, മിനിമൈസ് ചെയ്യണം അല്ലെ, ഇൻഫെക്ഷൻ ആൻഡ് മെയിൻറ്റെയിൻ ക്ലീൻനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് ഓടി ഡയറക്റ്റ് ലേബർ റൂമിലേക്ക് കയറാൻ പാടില്ല. ബഫർ സോണിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ലേബർ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് പോയിന്റ് രണ്ടാമത്തെ നോക്കി, എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി പെർമിറ്റഡ് ഓൺലി ടു ദ പ്രഗ്നന്റ് വുമൺ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആർക്കൊക്കെയാണ് ലേബർ റൂമിലേക്കുള്ള ഒരു പെർമിഷൻ? അവര് ലേബർ റൂമിലേക്ക് കയറാൻ ആർക്കൊക്കെ അനുവാദം ഉണ്ട്? ആരൊക്കെ? പ്രഗ്നന്റ് വുമൺ, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്ക്. ഹർ ബർത്ത് പാർട്ട്ണർ. ആരാ ബർത്ത് പാർട്ട്ണർ എന്ന് പറഞ്ഞ ആരാണ്? അവളുടെ ബർത്ത് പാർട്ട്ണർ ആരാണ്? ബർത്ത് പാർട്ട്ണർ ഹസ്ബൻഡ്. അത് തന്നെ, ഹസ്ബൻഡ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് ഹസ്ബൻഡ്. അപ്പൊ ആർക്കൊക്കെ കയറാം? പ്രഗ്നന്റ് ആയിട്ടുള്ള ആ വുമണിന് കയറാം, അവളുടെ ഹസ്ബൻഡിന് കയറാം, ഡോക്ടറിന് കയറാം, നേഴ്സിന് കയറാം. ANM ഓൺ ഡ്യൂട്ടി. ANM എന്ന് പറഞ്ഞ ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് ആണ്. പ്രസവമൊക്കെ എടുക്കുന്ന മിഡ്വൈഫറി കോഴ്സ് ഒക്കെ പഠിച്ച മിഡ്വൈഫ് ഇല്ലേ, അവരല്ലെങ്കിൽ നേഴ്സ്. അതാണ് ANM. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. അവിടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് ടെക്സ്റ്റിൽ തന്നെ നോട്ട് ചെയ്തിടാം. ഓക്സിലറി AUXILIARY 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 nurse, NURSE nurse, midwife MIDWIFE on duty. ഡ്യൂട്ടിയിലുള്ള മിഡ്വൈഫിനോ അല്ലെങ്കിൽ നേഴ്സിനോ ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ്. ഇനി അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാഫുകൾ. അപ്പൊ ഇത്രയും പേർക്ക് മാത്രമേ ലേബർ റൂമിലേക്ക് പ്രവേശനമുള്ളൂ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. പ്രഗ്നന്റ് വുമൺ, ഹർ ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നേഴ്സ് ഓർ ANM ഓൺ ഡ്യൂട്ടി ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ്. അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റാഫുകൾക്കൊക്കെ. ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. ഇനി അവിടെ ക്ലീൻ ചെയ്യണ്ടേ, അപ്പൊ ക്ലീനിങ് സ്റ്റാഫിനും അവിടേക്ക് പ്രവേശനം ഉണ്ട് അല്ലെ. അതെങ്ങനെയാ? അലൗഡ്. എപ്പോഴും കയറാൻ പറ്റുമോ? അവർക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കണ്ടോ എങ്ങനെയാണ്? ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. ഇടയ്ക്കിടയ്ക്ക് ഒരു നിശ്ചിത ഇടവേളയിൽ അവർക്ക് പ്രവേശനമുള്ളൂ. ഇപ്പൊ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അത് ഒരു ടൈം ഉണ്ടാവും ക്ലീനിങ്ങിനൊക്കെ. അപ്പൊ ആ ഒരു ടൈമിൽ മാത്രം ക്ലീനിങ് സ്റ്റാഫിന് കയറി എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യാം. കണ്ടോ, അതാണ് പറഞ്ഞേക്കുന്നത്. ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ്. എപ്പോഴും അവരെ അനുവദിച്ചേക്കുന്ന പീരിയോഡിക് എൻട്രി. ഒരു ഇടയ്ക്കിടെ ഒരു നിശ്ചിത ഇടവേള, അവർക്കൊരു കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിന് മാത്രം അവർക്ക് കയറി ക്ലീൻ ചെയ്യാം. ഓക്കെ, അത്രയും പേർക്കാണ് അവിടെ ലേബർ റൂമിൽ പ്രവേശനമുള്ളൂ. ഇനി നോക്കിയേ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, സ്ലിപ്പേഴ്സ്, cap and mask should be worn by all visitors including the companion. അവിടെ കൂടെ നമ്മൾ ആ ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ എന്തൊക്കെ നമ്മൾ ചെരുപ്പുകൾ, ഒരു പ്രത്യേകം ഷൂ കവറുകളൊക്കെ നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ പഠിച്ച് പറഞ്ഞതാണ് അല്ലെ. അതായത് നമുക്ക് ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
സ്ലിപ്പേഴ്സ്, ക്യാപ്പ്, പിന്നെ അതുപോലെ മാസ്ക്, ഇതെല്ലാം ധരിക്കണം. എല്ലാ വിസിറ്റേഴ്സും ഇൻക്ലൂഡിങ് ദ കമ്പാനിയൻ, കൂടെ വരുന്ന ആള്. ഇപ്പൊ നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഒരാൾക്കൊക്കെ കയറാന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരും എന്താ മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് കയറാനൊക്കെ ആയി. ഓക്കെ. Slippers, cap and a mask should be worn by all visitors, including the companion. Companion ഉൾപ്പെടെ ഇതെല്ലാം അവരെ ധരിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അടുത്ത നോക്കിയേ, or any visit of the people other than on duty staff, pregnant woman and other companion to the labor room should be short and timed to the task, such as cleaning task. കണ്ടോ, ഇനി നോക്കിയേ, any visitor of the people other than on duty, ഡ്യൂട്ടി സ്റ്റാഫ്, പ്രഗ്നന്റ് വുമൺ, ബർത്ത് കമ്പാനിയൻ, ഇവരല്ലാതെ കണ്ടോ, അവരൊഴികെ എന്താണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ വിസിറ്റ് ചെയ്യുന്ന ആളുകളില്ലേ, നമ്മൾ പറഞ്ഞ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫിന് കയറണം, ആ പ്രഗ്നന്റ് വുമണ്, അവരുടെ കമ്പാനിയൻ, ബർത്ത് കമ്പാനിയൻ, അപ്പൊ അവരെ ഒഴികെ ബാക്കി നമ്മൾ പറഞ്ഞില്ലേ, ക്ലീനിങ് സ്റ്റാഫിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അവരെങ്ങനെയാണെന്ന് നോക്കിയേ, ടു ദ ലേബർ റൂം ഷുഡ് ബി ഷോർട്ട്. അവർ കുറെ നേരമൊക്കെ കയറിയിട്ടുണ്ട് ആവശ്യമുണ്ട്, അതിന്റെ ഉള്ളില് കുറെ നേരം വേണം, ജസ്റ്റ് അവരൊന്ന് കയറാൻ ക്ലീൻ ചെയ്ത് ഇറങ്ങി പോരുക അല്ലെ. അപ്പൊ അവർക്ക് അനുവദിച്ചേക്കുന്ന ടൈം എങ്ങനെയാണ്, ഷുഡ് ബി ഷോർട്ട് ആൻഡ് ടൈംഡ് ടു ദ ടാസ്ക്. കണ്ടോ, അവർക്ക് ഒരു കൃത്യസമയം, ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്, ആ ഒരു ടൈമിൽ മാത്രം അവർ കയറി ഇന്ത്യയെ ക്ലീൻ ചെയ്ത് പോകാൻ. ഒരുപാട് സമയമൊന്നും അവരവിടെ നിൽക്കാൻ പാടില്ല. അവർക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്, കുറച്ച് സമയം കൊടുത്തേക്കുന്നുള്ളൂ. അതൊരു ടൈമില് അല്ലെ, ഈ സമയത്ത് നടത്തണം. അല്ലാതെ എപ്പോഴും ഇപ്പൊ ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവർക്ക് അങ്ങനെ അലൗഡ് അല്ലല്ലോ. അപ്പൊ നമുക്ക് അവർക്കൊരു പെർമിറ്റഡ് ടൈം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ കയറി അവര് കുറച്ച് പെട്ടെന്ന് തന്നെ, ഒരുപാട് സമയം നിൽക്കാൻ പാടില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ അവര് ക്ലീൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? Next point നോക്കിയേ, male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. ഇനിയിപ്പോ ലേബർ റൂമിലേക്ക് നമുക്ക് മെയിൽ സ്റ്റാഫിനെ കയറ്റേണ്ട ആവശ്യമുണ്ടോ? മെയിൽ ആയിട്ടുള്ള ഡോക്ടർ മെയിൽ ആണെങ്കിൽ കയറാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ നേഴ്സ് മെയിൽ നേഴ്സ് ആണെങ്കിൽ കയറാതിരിക്കാൻ പറ്റില്ല. അല്ലാതെ ആണുങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ട് അധികം. അപ്പൊ ഹസ്ബൻഡിനൊക്കെ കയറാന്ന് നമ്മൾ പറഞ്ഞു. അല്ലാതെ നമുക്ക് ആണ് എന്താ പറയാ, മെയിൽസിന് അധികം അവരൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ തന്നെയാണ് അല്ലേ. കൂടുതൽ സ്ത്രീകളുടെ പരിപാടികളല്ലേ അവിടെ നടക്കുന്നത്, ഡെലിവറി കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ആണുങ്ങൾക്ക് അധികം അങ്ങോട്ടേക്ക് കയറണ്ട. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇനി നോക്കിയേ, മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ് ബി കൺഫൈൻഡ്. കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക. അങ്ങോട്ടേക്ക് മെയിൽ സ്റ്റാഫിന്റെ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം, പരിമിതപ്പെടുത്തണം. ഇപ്പൊ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ആണെങ്കിലും ആ ഒരു ഏരിയയിലേക്ക് അധികം മെയിൽ സ്റ്റാഫിനെ വിടാതെ എന്താ, ഫീമെയിലിനെ തന്നെ ആ ഒരു സെക്ഷനിലേക്ക് പോസ്റ്റ് ചെയ്യാം നമുക്ക് അല്ലേ. അതാണ് ആ മെയിൽ സ്റ്റാഫിന്റെ എൻട്രി ലേബർ റൂമിലേക്ക് പരിമിതപ്പെടുത്തണം അല്ലെങ്കിൽ നിയന്ത്രിക്കണം. കൺഫൈൻഡ്, CONFINED. Only to those who are on duty or have been called for accessories and fittings. ഇനി അവരെന്തെങ്കിലും നമുക്ക് എന്താ ഡ്യൂട്ടിയിൽ ഇതൊക്കെ പറഞ്ഞ മെയിൽ നേഴ്സ് ആണെങ്കിൽ കയറാതിരിക്കാൻ പറ്റുമല്ലോ. എന്തായാലും അവർക്കൊരു ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ, മെയിലുകൾ തന്നെ വേണം ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കയറാം. അതാ പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും അക്സസറീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളോ, ഇപ്പൊ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനമാണ് ഫീമെയിലിനെ കൊണ്ട് തന്നെ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു അതൊന്ന് നോക്കാൻ, ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും റിപ്പയർ വർക്ക് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലോ, അതാണ് ഫിറ്റിങ്സ് എന്ന് പറഞ്ഞേക്കണേ അല്ലേ. ഇപ്പൊ ബെഡിൽ എന്തെങ്കിലും നമ്മള് ആ ഡെലിവറി ബെഡിന്റെ പറഞ്ഞില്ലേ, അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നന്നാക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില കേസുകളിൽ നമുക്ക് മെയില് അങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ട കാര്യം. എന്നാലും അവിടെ എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് അവരെ പ്രവേശിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ദേ ഷുഡ് ബി ഹംബിൾ. ഇങ്ങനെയുള്ള ആളായിരിക്കണം ഹംബിൾ, വിനയവും ആൻഡ് ഗ്രേഷ്യസ്. ഗ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ സൗമ്യമായതും. To be dignity and privacy of the woman. അവിടുത്തെ സ്ത്രീകളുടെ ഡിഗ്നിറ്റി, അന്തസ്സിനും സ്വകാര്യതയ്ക്കും ഒക്കെ അത് കളങ്കപ്പെടുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ നോക്കുന്ന രീതിയിൽ വിനയം അതുപോലെ സൗമ്യമായ ആളെ വേണം അങ്ങോട്ടേക്ക് പ്രവേശിക്കാനായിട്ട്.
നമുക്ക് ചില ആളുകളെ കണ്ടാൽ അറിയാലോ, ആളുകളെ പ്രശ്നക്കാരാണോ പാവാണോ എന്നൊക്കെ. അപ്പൊ വെച്ചാ എന്താ പറയാ, നമുക്ക് ആ സ്ത്രീകൾ നമ്മുടെ ഡെലിവറി അപ്പൊ പെണ്ണുങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അവിടെ കൂടുതല്, അവർക്ക് ഇതൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പൊതുവായിട്ടുള്ള ആണുങ്ങളെയും അങ്ങോട്ടേക്ക് കയറ്റി വിടാതെ എന്താ പറയാ, കുറച്ചും കൂടി ഒരു വിനയമായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു നല്ലൊരു പെരുമാറ്റം, സൗമ്യമായ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇതിലുള്ള പെരുമാറ്റ സ്വഭാവമൊക്കെ ഉള്ള ആളുകൾ വേണം. അതായത് സ്ത്രീകളുടെ അന്തസ്സും അവരുടെ പ്രൈവസിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നല്ല സ്വഭാവമുള്ള ആളെ വേണം അങ്ങോട്ടേക്ക് വിടാനായിട്ട്. മനസ്സിലാവില്ല നിങ്ങൾക്ക് പറയണേ? അല്ലാതെ എല്ലാവരെയും അങ്ങോട്ട് കയറ്റാൻ പാടില്ല. ഇപ്പൊ മെയിൻസ് തന്നെയാണെങ്കിൽ പല സ്വഭാവം ഉള്ളവരുണ്ടല്ലോ, ചിലരൊക്കെ നമുക്കറിയാലോ, ഒരു കുറച്ചൊക്കെ ആളുകളെ കാണുമ്പോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, അവര് കയറിയാലും കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വേണം നമ്മൾ അവിടുത്തെ വർക്കിന് വേണ്ടി സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് പ്രോട്ടോകോൾസ്, ലേബർ റൂമിലേക്കുള്ള പ്രവേശിക്കാനുള്ള പ്രോട്ടോകോൾസ്. 5 പോയിന്റ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കാം. മെയിൽ സ്റ്റാഫിന്റെ എൻട്രിയും പരിമിതപ്പെടുത്തണം അല്ലേ? അപ്പൊ ഇനി അഥവാ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഫിറ്റിംഗ്സിനോ ഒക്കെ അത് മെയിൽസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലും അവരെങ്ങനെയായിരിക്കണം, നല്ല സൗമ്യവും നല്ല പെരുമാറ്റവും സ്ത്രീകളുടെ പ്രൈവസി അന്തസ്സൊക്കെ കാത്തു സൂക്ഷിക്കുന്ന അതിൽ നല്ലൊരു സ്വഭാവമുള്ള ആളെ വേണം സെലക്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, പ്രോട്ടോകോൾ ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂമില്. ലേബർ റൂം എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ലേബർ റൂമില് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വർക്കിങ്ങിന് എന്തൊക്കെ പെരുമാറ്റച്ചട്ടങ്ങളാണ് ചെയ്യേണ്ടത്? ഓക്കെ, all the staff must wear personal protective at the time of performing delivery. കണ്ടോ, എല്ലാ സ്റ്റാഫുകളും എന്ത് ധരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് അല്ലെ, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം. All the staff must wear personal protective at the time of performing delivery. ഡെലിവറി ഒക്കെ നടത്തുന്ന സമയത്ത് സ്റ്റാഫുകൾ എന്ത് ധരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആ വസ്ത്രങ്ങൾ ധരിക്കണം. ആൻഡ് at all other times caps and mask should be worn. അല്ലാത്ത സമയങ്ങളിലോ അവര് ക്യാപ്പും മാസ്കും ധരിക്കണം. ക്ലിയർ അല്ലേ? ഡെലിവറി നടത്തുന്ന സമയത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കണം. ഇനി അല്ലാത്ത സമയത്താണെങ്കിലും ലേബർ റൂമിൽ നടക്കും അവിടുത്തെ ഡ്യൂട്ടിയുള്ള സ്റ്റാഫുകള് ഡെലിവറി സമയം അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അത് ക്യാപ്പും മാസ്കും ധരിക്കണം. എന്താ ഉദ്ദേശം? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള ഇതാട്ടോ, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. അടുത്ത നോക്കിയേ, ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ് while examining all the delivery. കണ്ടോ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള നല്ല സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്യണം. എപ്പോഴാ? ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ്. വെറുതെ ആദ്യം തന്നെ പോയി ഗ്ലൗസ് ഇടരുത് അല്ലേ? ഹാൻഡ് വാഷിംഗ് പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ കൈയൊക്കെ കഴുകി ഹാൻഡ് വാഷിംഗ് നടത്തി അതിനുശേഷം ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കണം. അവരെ എക്സാമിൻ ചെയ്യുമ്പോൾ ആ പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യുമ്പോഴും അതുപോലെ ഡെലിവറി നടത്തുമ്പോഴും ഡെലിവറി ടൈമിലും എന്ത് ചെയ്യണം? ആദ്യം കൈത് നന്നായിട്ട് കഴുകിയിട്ട് ഗ്ലൗസ്, സ്റ്റെറൈൽ ഗ്ലൗസ്, അതെങ്ങനെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കണം, യൂസ് ചെയ്യണം. ക്ലിയർ ആയി? ഇനി നോക്കിയേ, പ്രോട്ടോകോൾ ഫോർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ദാറ്റ് ഈസ് അഡ്ഹിയറൻസ്, സോർട്ടിംഗ് ഔട്ട് ആൻഡ് ഡിസ്പോസിബിൾ ഇൻ ദ ബിൻസ് should strictly be adhered. And the protocol poster should be wall mounted in the area where color coded bins are located. ഇനി നോക്കിയേ, പ്രോട്ടോകോൾ ഫോർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോളുകള്, പെരുമാറ്റ ചട്ടങ്ങള്, അത് അഡ്ഹിയറൻസ് വെച്ചാൽ പാലിക്കുക, അത് പാലിക്കണം. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോട്ടോകോളുകൾ പാലിക്കണം. അതെങ്ങനെയാ? നമ്മൾ ഈ എന്താ പറയാ, ഈ ആദ്യം തന്നെ വേസ്റ്റുകള് അവിടെ വരുന്ന ഇതൊക്കെ നമ്മൾ ആദ്യം സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തരംതിരിക്കുക. SORTING, സോർട്ടിങ്, തരംതിരിക്കണം. സോർട്ടിംഗ് ഔട്ട് ആൻഡ് ഡിസ്പോസിബിൾ ഇൻ ദ ബിൻസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോന്നും ബിന്നുകൾ, പലതരത്തിലുള്ള ബിന്നുകൾ അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ? ആ ബിന്നുകൾ, ആ കളേർഡ് ബിന്നുകളായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ?
റെഡ് ബിൻ ഉണ്ട്, യെല്ലോ ബിന്നുണ്ട്, ബ്ലൂ ബിന്നുണ്ട്, ബ്ലാക്ക് ബിൻ, അങ്ങനെ പല തരത്തിലുള്ള ബിന്നുകളുണ്ട്. അപ്പൊ നമ്മൾ ആ ഓരോ ഐറ്റത്തിനെ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. ആദ്യം തരം തിരിച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഡിസ്പോസിബിൾ എവിടെ ഉപേക്ഷിക്കണം, അത് ബിന്നില് ഉപേക്ഷിക്കണം. ഷുഡ് ബി സ്ട്രിക്ട്ലി ബി അഡ്ഹിയർഡ്, അത് നമ്മൾ പാലിക്കണം. അല്ലാതെ നമുക്ക് തോന്നിയോടത്തൊന്നും കൊണ്ടിടാൻ പാടില്ല. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് റെഡ് ബിൻ എന്ന് പറഞ്ഞ എന്താ, ഇൻഫെക്ഷ്യസ് വേസ്റ്റ് അല്ലെങ്കിൽ ബയോഹസാർഡ്സ് വേസ്റ്റ് ഇടുന്നതാണ് റെഡ് ബിൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകൾ റെഡ് ബിന്നിൽ തന്നെ ഇടണം. യെല്ലോ ബിൻ ആണെങ്കിൽ അവിടെ പറയുന്നത് റീസൈക്കിൾ മെറ്റീരിയൽ ആണ്. ഇനി റീസൈക്കിൾ ചെയ്തിടാൻ പറ്റുന്നതില്ലേ, അങ്ങനെയുള്ളതൊക്കെ യെല്ലോ ബിന്നിൽ ഇടണം. ബ്ലൂ ബിൻ ആണെങ്കിൽ നോൺ ഹസാഡസ് വേസ്റ്റുകളാണ്, അത് അവിടെ ഇടണം. ബ്ലാക്ക് ബിൻ ആണെങ്കിൽ എന്താ, ഹാർംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസാഡസ് വേസ്റ്റുകളാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ബിന്നുകൾ ഉണ്ടാവും. ആ ബിന്നുകളിൽ തന്നെ സാധനങ്ങൾ എന്ത് ചെയ്യണം, അത് നമ്മൾ സോർട്ട് ചെയ്ത് തരം തിരിച്ചിട്ട് നമ്മൾ അത് അവിടെ ഉപേക്ഷിക്കണം. അതായത് നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ കളർ കോഡ് ബിന്നുകൾ വെച്ചിട്ടില്ലേ, അവിടെ വാളില് മൗണ്ട് ചെയ്തിരിക്കും. കണ്ടോ, നോക്കിയേ. ആൻഡ് ദ പ്രോട്ടോകോൾ പോസ്റ്റർ ഷുഡ് ബി വാൾ മൗണ്ടഡ് ഇൻ ദ ഏരിയ വേർ കളർ കോഡഡ് ബിൻസ് ആർ ലൊക്കേറ്റഡ്. ആ ബിന്നുകള് കളർ കോഡ് ബിന്ന് ലൊക്കേറ്റ് ചെയ്ത ഏരിയ ഇല്ലേ, അതിന്റെ വാളിൽ ഉണ്ടാവും ഇന്നത് വേസ്റ്റ് ബിന്നിലിടുക, ഗ്രീൻ ബിന്നിലിടുക, അല്ലെങ്കിൽ ബ്ലൂ ബിന്നിലിടുക, റെഡ് ബിന്നിലിടുക, ഇന്ന സാധനങ്ങൾ നമുക്ക് അവിടെ ഒരു എന്താ പറയാ, നമുക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് അവരവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വാളില്, ഈ ബിന്നുകൾ വെച്ചേക്കുന്ന വാളിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് വായിച്ചു നോക്കിയിട്ട് ഐറ്റംസ് എന്ത് ചെയ്യുക, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബിന്നുകളിൽ തന്നെ ഉപേക്ഷിക്കണം. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങള്? എല്ലാ സ്റ്റാഫും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം. ഡെലിവറി ചെയ്യുന്ന സമയത്ത്, ഡെലിവറി എടുക്കുന്ന സമയത്ത് ധരിക്കണം. അല്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യണം, മാസ്കും അതുപോലെ തന്നെ ക്യാപ്സും ധരിക്കണം. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞു, ഹാൻഡ് വാഷിങ്ങിന് ശേഷം ആ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുമ്പോഴും ഡെലിവറി ചെയ്യുമ്പോഴും ഹാൻഡ് വാഷ് ആദ്യം ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സ്റ്റെറൈൽ ഗ്ലൗസുകൾ ധരിക്കണം. പിന്നെ പറഞ്ഞേക്കുന്നത്, അവിടുത്തെ വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവിടെ ബിൻസുകൾ ഉണ്ട്. അത് അപ്പൊ എന്താ പറയാ, ആദ്യം തന്നെ അവിടുത്തെ പ്രോട്ടോകോൾ നമ്മൾ പാലിക്കണം. അതായത് നമുക്ക് ഇഷ്ടമുള്ള വേസ്റ്റുകൾ ഇഷ്ടമുള്ളിടത്ത് ഇടാൻ പാടില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പാലിക്കണം. അപ്പൊ ആ വേസ്റ്റുകളൊക്കെ ആദ്യം തന്നെ സോർട്ട് ചെയ്യണം, തരംതിരിക്കണം. എന്നിട്ട് നമ്മൾ ആ ബിന്നുകൾ വെച്ചേക്കണം. അവിടെ ആ പ്രോട്ടോകോളുകൾ അല്ലേ അവിടെ പിന്നിൽ ആ വോളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെ വേസ്റ്റുകളാണോ ആ കറക്റ്റ് ബിന്നിൽ തന്നെ ഉപേക്ഷിക്കണം, ഇടണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, സൂപ്പർവിഷൻ ഫോർ എൻട്രി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. ഇനി നോക്കിയേ, നമ്മളൊരു നല്ലൊരു കെയറിന് വേണ്ടി ലേബർ റൂമിൽ കൊടുക്കുന്ന നല്ലൊരു കെയർ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് മേൽനോട്ടം വഹിക്കേണ്ടത്? സൂപ്പർവിഷൻ എന്തൊക്കെയാണ് മേൽനോട്ടം വഹിക്കുന്നത്? എന്തൊക്കെയാണ് നോക്കിയേ, സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. നല്ല ഗുണനിലവാരമുള്ള പരിചരണത്തിന് ലേബർ റൂമില് ഉള്ള ഗുണനിലവാരമുള്ള പരിചരണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂപ്പർവിഷൻ നടത്തണം, മേൽനോട്ടം വഹിക്കണം? നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, ഷുഡ് ഹാവ് എ നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് for evaluation that should be completed and signed by the supervisor who conduct a visit of the labor room. എന്ത് വേണം? ഒരു ചെക്ക് ലിസ്റ്റ്. നമ്മൾ ആ ഇവാലുവേഷന് വേണ്ടി മൂല്യനിർണ്ണയത്തിനായിട്ട് ഒരു നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റാസ് ഇൻഫർമേഷൻ ഒക്കെ ഉള്ളതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ലേബർ റൂമിൽ അവിടെ വിസിറ്റ് ചെയ്യുന്ന, സന്ദർശനം നടത്തുന്ന അല്ലെങ്കിൽ ആ സൂപ്പർവൈസർ സൈൻ ചെയ്യും. എല്ലാവരും ഓക്കെ ആണ് എന്നുള്ളത് നോക്കിയിട്ട് ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് അവിടെ ആര് സൈൻ ചെയ്യണം? സൂപ്പർവൈസർ സൈൻ ചെയ്യണം. സൈൻ ചെയ്തു കേട്ടോ, സൈൻഡ് ബൈ ദ സൂപ്പർവൈസർ who conduct a visit of the labor room. ആ ലേബർ റൂമിൽ വിസിറ്റ് ചെയ്യുന്ന, സന്ദർശനം നടത്തുന്ന സൂപ്പർവൈസർ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അടുത്ത നോക്കിയേ, the facility in charge should visit labor room twice during each week.
ഓക്കെ, എ ഫെസിലിറ്റി ഇൻചാർജ്. കണ്ടോ, അവിടെ ആ ചുമതലയുള്ള ആള്, ലേബർ റൂമില് ചുമതലയുള്ള സൗകര്യങ്ങളില് ചുമതലയുള്ള ആള് ആഴ്ചയില് 2 തവണ, കണ്ടോ, ഓക്കെ, വിസിറ്റ് ലേബർ റൂം ട്വൈസ് ഡ്യൂറിങ് ഈച്ച് വീക്ക്. ഓരോ വീക്കും കേട്ടോ, ആഴ്ചയില് 2 തവണ. കണ്ടോ, എങ്ങനെയാ വിസിറ്റ് ചെയ്യേണ്ടത്? ആഴ്ചയില് 2 തവണ സന്ദർശിക്കണം. വിസിറ്റ് റൂം ട്വൈസ് ഡ്യൂറിങ് ഈച്ച് വീക്ക്. ഓരോ ആഴ്ചയിലും 2 തവണ എന്ത് ചെയ്യണം? അത് ഇൻചാർജുള്ള ആ ആള് സന്ദർശിക്കണം. ഓക്കെ, വിസിറ്റ് ചെയ്യണം. ഓക്കെ, OBG എന്ന് പറഞ്ഞ ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ആട്ടോ. ഒന്ന് എഴുതി വെച്ചു, ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. OBGYNECS ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. GYNECOLOGY ആൻഡ് ഓർ MU എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി യൂണിറ്റ്. METERNITY കുട്ടികളുടെ in charge of the labor room is required to visit the labor room twice every day. ഉണ്ടോ? അപ്പൊ അതിനകത്ത് അവിടെ ആ ഒരു ചുമതലയുള്ളത്, ലേബർ റൂമില് ആ സെക്ഷനിൽ ആ ഒരു യൂണിറ്റിലൊക്കെ ചുമതലയുള്ള ആള് എന്ത് ചെയ്യണം? required to visit the labor room twice every day. എല്ലാ ദിവസവും 2 പ്രാവശ്യം. ദിവസവും 2 തവണ എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യണം, സന്ദർശിക്കണം, ലേബർ റൂം സന്ദർശിക്കണം. The nursing supervisor or nurse in charge. ഈ നേഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ അവിടെ ഇൻചാർജ് ഉള്ള നേഴ്സ് വിസിറ്റ് ലേബർ റൂം എങ്ങനെ വിസിറ്റ് ചെയ്യണം? വിസിറ്റ് അറ്റ്ലീസ്റ്റ് once in every shift. ഓരോ ഷിഫ്റ്റിലും 1 പ്രാവശ്യമെങ്കിലും, ഒരു ഷിഫ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പൊ അവരുടെ ഷിഫ്റ്റിൽ 1 പ്രാവശ്യമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്യണം. ഓക്കെ, the nursing supervisor or nurse in charge should visit at least once in every shift. അടുത്ത നോക്കി 5ാമത്തെ, the supervisor should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? The supervisor should also analyze ചെയ്യണം. എന്താ? അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ സപ്ലൈസ്. അവിടുത്തെ ആ ലേബർ റൂമിലേക്ക് എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ള സപ്ലൈകള്, അതിന്റെ ലഭ്യത എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം. സൂപ്പർവൈസർ ചെക്ക് ചെയ്യണം അതിന്റെ ലഭ്യത എല്ലാവരും ഓക്കെ ആണോ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണോ, കുറവാണോ. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അത് ഓർഡർ ചെയ്ത് അല്ലെ നമ്മളത് പർച്ചേസ് ചെയ്യേണ്ട വരും. essential availability of the essential supplies, അത് സൂപ്പർവൈസർ അനലൈസ് ചെയ്യണം. And also make sure that all essential practices being done suitably and timely manner. അത് കൂടാതെ എന്ത് ഉറപ്പുവരുത്തണം? എല്ലാ കാര്യങ്ങളും ലേബർ റൂമിലുള്ള എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും സ്യൂട്ടബിൾ ആയിട്ട്, അതുപോലെ ടൈംലി മാനർ, ഒരു സമയബന്ധിതമായിട്ടും സ്യൂട്ടബിൾ ആയിട്ടും ചെയ്യണം. അതും ഉറപ്പുവരുത്തണം. അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തണം. സൂപ്പർവൈസർ ഉറപ്പുവരുത്തണം. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് വേണേ ചോദിക്കാം അത് ആരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് വേണേ ചോദിക്കാം കേട്ടോ. സൂപ്പർവൈസർ ആണ് അത് നോക്കേണ്ടത്. അടുത്ത നോക്കി 6ാമത്തെ പോയിന്റ്, എവറി മന്ത് എ ലേബർ റൂം പ്രാക്ടീസ് റിവ്യൂ മീറ്റിംഗ് ഷുഡ് ബി അറേഞ്ച്ഡ് അറ്റ് ഈച്ച് ഫെസിലിറ്റി വെയർ ഓൾ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദ കെയർ ഇൻ ദ ലേബർ റൂം ഷുഡ് ടേക്ക് പാർട്ട്. ഇനി എന്ത് നടത്തണം? അവിടെ ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തണം. അറേഞ്ച്ഡ് അറ്റ് ഈച്ച് ഫെസിലിറ്റി. ലേബർ റൂമില് എങ്ങനെയാ നടത്തണ്ടേ? എല്ലാ മാസവും നടത്തണം. കണ്ടോ? എവറി മന്ത്, എല്ലാ മാസവും ലേബർ റൂമില് ഒരു റിവ്യൂ, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്യാനായിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ മീറ്റിംഗിൽ ആരൊക്കെ വേണം? വെയർ ഓൾ ദ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദ കെയർ. അവിടെ ആ കെയർ പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സ്റ്റാഫും, ലേബർ റൂമില് അതിന് ബന്ധപ്പെട്ട് ഡ്യൂട്ടിയുള്ള എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്യണം? ആ ഒരു മീറ്റിംഗില് പങ്കെടുക്കണം. കേട്ടോ? എല്ലാവരും. എന്നാലേ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് ആ മീറ്റിംഗില്, അല്ലെങ്കിൽ എന്തൊക്കെയാന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലേബർ റൂമുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചുമതലയുള്ള എല്ലാ സ്റ്റാഫുകളും ആ റിവ്യൂ മീറ്റിംഗില് എന്ത് ചെയ്യണം? പങ്കെടുക്കണം. ദേ ഷുഡ് പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിന്തിക്കുക.
PONDR ചിന്തിക്കാം. They should ponder on way to improve the quality in the labor room. Full stop ആണ് കേട്ടോ. Labor room. അപ്പൊ എന്താ പറഞ്ഞേക്കണേ, അവരെന്ത് ചിന്തിക്കണം, എന്തൊക്കെ മാർഗങ്ങളാണ് ലേബർ റൂമില് ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങള് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് അവര് ചിന്തിക്കണം. അതിന്റെ ഡ്യൂട്ടിയുള്ള ഈ ലേബർ റൂമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകള് അവിടുത്തെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. They should ponder ചിന്തിക്കണം on ways എന്തൊക്കെയാണ് മാർഗങ്ങള് എന്തിനുള്ളത്, to improve the quality in the labor room. ക്ലിയർ ആയില്ലേ? ലേബർ റൂമില് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവിടത്തെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് അവര് ചിന്തിക്കണം. ഫീഡ്ബാക്ക് ഓഫ് സപ്പോർട്ടീവ് സൂപ്പർവൈസർ ഷുഡ് ഓൾസോ ബി ഷെയർഡ് ഡ്യൂറിംഗ് ദിസ് മീറ്റിംഗ്. എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ നമുക്ക് അത് ഒരു ഫീഡ്ബാക്ക് കേട്ടോ, ഈ മീറ്റിംഗില് ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളത് അവിടെ പങ്കുവെക്കണം. സപ്പോർട്ടീവ് സൂപ്പർവൈസേഴ്സ് കണ്ടോ, ഫീഡ്ബാക്ക് ഓഫ് സപ്പോർട്ടീവ് സൂപ്പർവൈസർ ഷുഡ് ബി ഷെയർഡ് ഡ്യൂറിംഗ് ദിസ് മീറ്റിംഗ്. അപ്പൊ അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളതും ആ ഒരു മീറ്റിംഗില് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം, അവര് പങ്കുവെക്കണം. ലാസ്റ്റ് ഒരു ചെറിയൊരു 2 സെന്റൻസ് കൂടി ഉള്ളൂ, നോക്കിയേ. Labor room should thus provide a standardized and a high quality service during childbirth. പ്രസവ സമയത്ത് നമുക്ക് ആ ലേബർ റൂം എന്ത് ചെയ്യണം, നല്ല നിലവാരമുള്ളതും, പ്രൊവൈഡ് എ സ്റ്റാൻഡർഡൈസ്ഡ് നല്ല നിലവാരമുള്ളതും ഹൈ ക്വാളിറ്റി സർവീസ് നല്ല ഗുണമേന്മയുള്ള സർവീസും എന്ത് ചെയ്യണം, നൽകണം. വേണ്ടേ? ഇമ്പോർട്ടന്റ് അല്ലേ കേട്ടോ, അല്ലെങ്കിൽ അമ്മയുടെ കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കൂലേ അവിടെ നമ്മൾ നല്ലൊരു ഗുണമേന്മയുള്ള സർവീസ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള സർവീസ് നമ്മൾ എന്തായാലും ലേബർ റൂമിൽ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. Labor room should thus provide a standardized and a high quality services during the childbirth. അല്ലെ, പ്രസവ സമയത്ത് ആ ലേബർ റൂമില് നല്ല നിലവാരമുള്ളതും നല്ല ഹൈ ക്വാളിറ്റി സർവീസ് നല്ല ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഒരു സേവനം കൊടുക്കണം. Control of infection and safety are also vital factors. Vital എന്ന് പറഞ്ഞാൽ സുപ്രധാനമായ, vital സുപ്രധാനമായ vital factors looked into the labor room. Control of infection and safety. Control എന്താ പറഞ്ഞേക്കുന്നത്, 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നത് നമ്മള്. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണം, അതുപോലെ സേഫ്റ്റി സുരക്ഷ, അത് രണ്ടും സുപ്രധാനമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് looked in the labor room. ലേബർ റൂമിലുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന കാര്യവും നമ്മൾ നോക്കണം. സേഫ്റ്റി, പേഷ്യൻസിന്റെയും നമുക്ക് സ്റ്റാഫിന്റെ എല്ലാവരുടെയും സേഫ്റ്റിയും നമ്മൾ നോക്കണം. അണ്ടർലൈൻ ചെയ്യും കേട്ടോ. അത് ലേബർ റൂം ഷുഡ് thus provide a standardized and a high quality service during childbirth. 2 കാര്യങ്ങൾ ഏതൊക്കെയാ, കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് സേഫ്റ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു കേട്ടോ. മെയിൻ ചാപ്റ്ററുകള് നമ്മള് ഫസ്റ്റ് പേപ്പറിന്റെയും സെക്കൻഡ് പേപ്പറിന്റെയും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പോർഷൻസ് ഒക്കെ കവർ ചെയ്താലേ ഫസ്റ്റത്തെ നമ്മള്, അതായത് മൊഡ്യൂൾ 1 പേപ്പർ 1 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തു അല്ലെ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫ്രണ്ട് ഓഫീസ് എടുത്തു, ഓപ്പറേഷൻ തിയേറ്റർ എടുത്തു, വെന്റിലേറ്റർ എടുത്തു. എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് നമ്മുടെ ഞാൻ എടുത്ത പോർഷൻസ് ആട്ടോ ഞാൻ പറയണേ. മറ്റുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ നിങ്ങൾ ഇതായല്ലോ, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. എനിക്ക് എത്ര ചാപ്റ്റർ ഉണ്ട് നമുക്ക് പേപ്പർ 1 നമ്മുടെ പഠിക്കാൻ? എന്റെ മാത്രം ആട്ടോ പറയുന്നുള്ളൂ. എത്ര ചാപ്റ്റർ ഉണ്ട്? 5 ചാപ്റ്റർ പഠിച്ചില്ലേ നമ്മള്? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ. ഒന്ന് എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നവരൊന്ന് നോക്കി. ഓക്കെ, കറക്റ്റ് അല്ലേ ആവണേ? ഓക്കെ, ഇനി പേപ്പർ 2 നമ്മൾ CSSD മുതലാ പഠിച്ചത് അല്ലേ. ഏതാ? CSSD റേഡിയോളജി പഠിച്ചു, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ പഠിച്ചു, മോർച്ചറി സർവീസ് പഠിച്ചു, ആംബുലൻസ് സർവീസ് പഠിച്ചു, ലേബർ റൂം സർവീസ് പഠിച്ചു. എത്ര ചാപ്റ്റർ ഉണ്ട് അവിടെ? 6 ചാപ്റ്റർ നമുക്കുണ്ട് പേപ്പർ 2, അതായത് മൊഡ്യൂൾ 2. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത്രയും ചാപ്റ്റേഴ്സ് എന്നും കയറുന്ന പിള്ളേരൊക്കെ ഒന്ന് നോക്കിയേ.
കഴിഞ്ഞില്ലേ? പേപ്പർ 5 അല്ല പേപ്പർ 1 അതായത് മൊഡ്യൂൾ 1 നമുക്ക് 5 ചാപ്റ്ററും, അതായത് മൊഡ്യൂൾ 2 പേപ്പർ 2 നമുക്ക് 6 ചാപ്റ്റർ പഠിക്കണ്ടേ. അപ്പൊ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി കൂട്ടിയിട്ട് 6, 5, 11 ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, എല്ലാ ടീച്ചേഴ്സും ഒന്ന് ക്ലിയർ ചെയ്തില്ലേ? വാഹിദ മിസ്സിന്റെ മാത്രം നാളെ കൊണ്ട് വെച്ച് തീരുള്ളൂ അല്ലെ? അത് തീർത്തിട്ടില്ല മിസ്. ഇനി മാക്സിമം ബുധനാഴ്ച കൊണ്ട് തീർക്കാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബുധനാഴ്ചക്ക് തീരും. ഓക്കെ, വന്ദന മിസ്സിന്റെ ഓൾറെഡി കഴിഞ്ഞില്ലേ? പോർഷൻസ് കഴിഞ്ഞല്ലോ. നമ്മുടെ ഇന്നും കൊണ്ട് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? പേപ്പർ 1 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ, അത്രയും ചാപ്റ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പേപ്പർ 2 CSSD, റേഡിയോളജി, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, മോർച്ചറി സർവീസ്, ആംബുലൻസ് സർവീസ്, ലേബർ റൂം സർവീസ്. ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് റിവൈസ് ചെയ്താലോ? ഓക്കെ, എങ്ങനെയാ നിങ്ങൾക്ക് ഞാൻ വായിച്ച് പറഞ്ഞ നിങ്ങള് അതുപോലെ നോട്ട് എഴുതിയെടുക്കണ്ടല്ലോ? ജസ്റ്റ് ഒന്ന് കേട്ടാ പോരെ? എത്ര എണ്ണമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെന്റിലേറ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെന്റിലേറ്ററിലെയാണ് ഞാൻ അടുപ്പിച്ച് കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എഴുതിയെടുക്കണമെന്നില്ല, നിങ്ങളൊന്ന് കേട്ടിരുന്നാലും മതി. 15 മിനിറ്റ് ഉണ്ടല്ലോ ഇന്നുണ്ട്, നാളെ ഓൾറെഡി എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കി, വിച്ച് ഓഫ് ദ പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ നോക്കണേ. പത്ത് 16 പേരുള്ളോ? 20 പേരുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് 4 പേര് പോയോ? ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ വായിക്കണമെങ്കിൽ ഒന്ന് എന്താ പറയാ, ഒന്ന് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ എളുപ്പമല്ലേ? ഒന്ന് റിവിഷൻ വേണോ? റിവിഷൻ വേണോ? അല്ല, കുറച്ചു പേരൊക്കെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ആവശ്യമുള്ളൊരു കയറിയിരിക്കണ്ട. ഓക്കെ, which of the following health conditions require ventilator? ക്വസ്റ്റ്യൻ വായിക്കുന്നതോടെ എഴുതിയെടുക്കണ്ട, നിങ്ങളൊന്ന് കേട്ടാ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽത്ത് കണ്ടീഷൻസ് റിക്വയർ വെന്റിലേറ്റർ? ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിലാണ് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, ഹൈപ്പർ കാപ്പനിക് റെസ്പിറേറ്ററി ഫെയിലിയർ, ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇട്ടാ മതി. ഫുള്ളൊന്നും എഴുതി സമയം കളയണ്ട. എല്ലായിടത്തും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും, നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് വൺ നോക്കിയേ. വിൻഡ് പൈപ്പ് ഈസ് ഓൾസോ കോൾഡ്. വിൻഡ് പൈപ്പ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ഫാനക്സ്, ലാനക്സ്, ട്രക്കിയ, ബ്രോങ്കി. ഫാനക്സ്, ലാനക്സ്, ട്രക്കിയ, ബ്രോങ്കി. വിൻഡ് പൈപ്പ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. എന്തിനാ വിൻഡ് പൈപ്പ് പറയുന്നേ? ഓപ്ഷൻ സി ആണല്ലേ, ട്രക്കിയ. ഓക്കെ, ട്രക്കിയ ആണ്. വിൻഡ് പൈപ്പ് ഈസ്, ഈ ഇപ്പൊ നമ്മൾ റിവൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, വിൻഡ് പൈപ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ എന്താണ്? ട്രക്കിയ. ട്രക്കിയ. നെക്സ്റ്റ്, എക്സ്പാൻഡ് COPD. നിങ്ങൾ പല ഇതിനകത്തും പഠിച്ചിട്ടുണ്ടോ? COPD ക്രോണിക് obstructive pulmonary disease. Chronic obstructive pulmonary disease പഠിച്ചില്ലേ? COPD പഠിച്ചിട്ടില്ലേ? സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് chronic obstructive pulmonary disease. Okay. Next നോക്കിയേ. Which is the condition in which the air sac in the lungs can get filled up with the body fluid, with the fluid? ആ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നേ? എയർ സാക്ക്, ലങ്സിലെ എയർ സാക്ക്
ഫ്ലൂയിഡ് വന്ന് നിറയുന്ന അവസ്ഥ. ഓപ്ഷൻ എ സെപ്സിസ്, ഓപ്ഷൻ ബി മയാസ്തേനിയ ഗ്രാവിസ്, ഓപ്ഷൻ സിയില് പൾമണറി എഡിമ, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോ. ഓപ്ഷൻ ഏതാ? ഏത് ഓപ്ഷനാ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് അല്ലെ, പൾമണറി എഡിമയാണ്. അതായത് which is the condition in which air sac in the lungs can get filled up with the fluid. ലങ്സിലെ എയർ സാക്ക് ഫ്ലൂയിഡ് വെച്ച് നിറയുന്ന അവസ്ഥയാണ് പൾമണറി എഡിമ. A patient on ventilator requires to get monitored for his dash blood pressure, option B oxygen saturation, option C respiratory rate, option D all of the above. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എല്ലാവരും നമ്മൾ നോക്കും അല്ലെ. ബ്ലഡ് പ്രഷർ നോക്കും, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും, റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ നോക്കും, എല്ലാവരും നോക്കും. ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, who is the father of medicine? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫാദർ ഓഫ് മെഡിസിൻ, ചരക, സിശ്രുത, ഹിപ്പോക്രാറ്റ്സ്, സാമുവൽ ഹാനിമാൻ. ആരാണ് ഫാദർ ഓഫ് മെഡിസിൻ? ഓപ്ഷൻ സി, ഹിപ്പോക്രാറ്റ്സ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, in which period the military and slave hospital existed? In which period military and slave hospital existed? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എയില് റോമൻ പീരീഡ്, ഓപ്ഷൻ ബി അറബിക് പീരീഡ്, ഓപ്ഷൻ സി അക്ബേഴ്സ് പീരീഡ്, ഓപ്ഷൻ ബി നൺ ഓഫ് ദ എബോ. ഏതാണ്? റോമൻ പീരീഡിലാണ് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റ് ചെയ്തത്. ഏത് പീരീഡിലാണ്? റോമൻ പീരീഡ്. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ഏത് പീരീഡാണ്? റോമൻ പീരീഡ്. അറിയില്ലാത്തവരിപ്പോ പഠിക്കണല്ലേ. നമ്മൾ ഈ വായിച്ച, നമ്മൾ ഈ റിവൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആരും തെറ്റിക്കരുത് കേട്ടോ. ഇനി എക്സാമിന് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റല്ലേ, എന്നോട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റല്ലേ. എല്ലാ ചാപ്റ്റർ വൈസ് ഒന്ന് നോക്കി പോകാം. നെക്സ്റ്റ് നോക്കിയേ, which is the first incorporated hospital in America? Which is the first incorporated hospital in America? അതിന്റെ ഓപ്ഷൻ വേണോ? അപ്പൊ നിങ്ങൾക്ക് ആൻസർ ടൈപ്പ് ചെയ്തത് എളുപ്പമുണ്ടല്ലേ. ACMH ഹോസ്പിറ്റൽ, AH സൗത്തേൺ ഹോസ്പിറ്റൽ, AHMC ഹോസ്പിറ്റൽ, പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. ശരിയാണ്, ഓപ്ഷൻ ഡി ആണ്, പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഇനി നോക്കിയ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The first hospital established by East India Company for soldiers in 1664 is at dash. സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് 1664 ഏത് ഹോസ്പിറ്റൽ എവിടെയാണ് സ്ഥാപിച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, പൂനെ. ചെന്നൈ. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ചെന്നൈയിലാണ് കേട്ടോ, ചെന്നൈ. Next question, in which of the following hospitals was Hammurabi's code existed? In which of the following hospital was the Hammurabi's code existed? ഏത് ഹോസ്പിറ്റലാ? ഓപ്ഷൻസ് വായിക്കാം. ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ. ഏതാണ്? ഏത് ഹ്യൂമറാബിസ് കോഡ് ഏത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ. ഡോണയുടെ ഇപ്പൊ ശരിയാണ്. ആരും അവിടെ റോമൻ ഇട്ട്, റോമൻ അല്ല, പഠിച്ചു വെക്കുക. ഹ്യൂമറാബിസ് കോഡ് എക്സിസ്റ്റഡ് ഏത് ഹോസ്പിറ്റലാ? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിലാണ്. In which of the following hospitals was Hammurabi's code existed? എവിടെയാണ്? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. First, next question നോക്കിയേ. The first recorded prescription came from dash. ഇവിടെ എന്താ പറഞ്ഞേ? റോം, സുമർ, ഗ്രീസ്, ഇന്ത്യ. First recorded prescription came എവിടെന്നാ? First recorded വാണി നോട് ശ്രദ്ധിച്ചേ. First recorded prescription came from Sumer. SUMER. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്, സുമർ ആണ്. SUMER. സുമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത്. കുഴപ്പമില്ല, സോറി ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെയായിരിക്കും. പക്ഷെ ഇനി തെറ്റിക്കോ? വാണിയുടെ ഇനി തെറ്റി പോവോ? ഇപ്പൊ തെറ്റിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
നമുക്കറിയാവുന്നത് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ചിലപ്പോ നമ്മൾ തിരക്ക് പിടിച്ച് ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ തെറ്റിന്ന് വെച്ചാലും പ്രശ്നമില്ല. ഇനി പക്ഷെ വന്നു കഴിഞ്ഞാൽ തെറ്റൂല്ലോ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമൻ. സോറി, ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, വിച്ച് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ദ ഡോക്ടേഴ്സ്. ഏതാണ് അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഒരു നിയമം? നമ്മൾ ഉപയോഗിച്ചല്ല, അവിടെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഏത് കോഡായിരുന്നു നമ്മള് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ? എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഹിമ്മറാബിസ് കോഡ്, എ ആൻഡ് ബി, നൺ ഓഫ് ദി എബോവ്. ഏതായിരുന്നു ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു നിയമമാണ്? ഹിമ്മറാബിസ് കോഡ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹിമ്മറാബിസ് കോഡ്. ഫസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഏതിനാന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. Dash is a department of the hospital which directly makes contact with the patient where they first arrive. ഇതാണ്. അന്നേരം നമുക്ക് പറയാം ഏത് ചാപ്റ്ററിലാണോ ചെയ്തേ. Dash is a department of the hospital which directly makes the contact with the patient where they first arrive. Okay, very good. ഏത് ചാപ്റ്റർ ആണ്? ഫ്രണ്ട് ഓഫീസ് അല്ലേ? ഫസ്റ്റ് നമ്മള് പേഷ്യൻസ് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കസ്റ്റം? എന്താ മീനിങ്? കസ്റ്റം എന്നുള്ള വേർഡിന്റെ മീനിങ് ഓഫ് ഹോൾഡ്. ഓപ്ഷൻ ബിയില് ഹൈജീൻ, then ഓപ്ഷൻ സിയില് ഹാബിറ്റാറ്റ്, then ഓപ്ഷൻ ഡിയില് ഹാബിറ്റ്. കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്തായിരുന്നു? ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പഠിച്ചില്ലേ? ഏതാണ്? ഹാബിറ്റ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹാബിറ്റ്. HABIT, ഹാബിറ്റ്. കസ്റ്റം മീൻസ് ഹാബിറ്റ്. എക്സ്പാൻഡ് CRM. CRM ആണ്. എക്സ്പാൻഡ് CRM. ഒരു എക്സ്പാൻഡഡ് ഫോം എന്തായാലും നമുക്ക് മൊത്തത്തില് നമ്മൾ എല്ലാവർക്കും കൂടി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 എക്സ്പാൻഡഡ് ഫോം എങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചോ കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ഉണ്ടാവും എക്സ്പാൻഡ് ചെയ്തായിട്ടുള്ളത്. ഇവിടെ ചോദിച്ചേക്കുന്ന CRMന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ചോദിച്ചേക്കുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ്, കസ്റ്റമർ ഫസ്റ്റത്തെ അല്ലെ, കസ്റ്റമർ റിവ്യൂ മാനേജ്മെന്റ്, നൺ ഓഫ് ദി എബോവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫ്രണ്ട് ഓഫീസിൽ CRM എന്താ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് CRM. നെക്സ്റ്റ് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രണ്ട് ഓഫീസ് ഈസ് വർക്കിംഗ് ഡാഷ് അവേഴ്സ്. ഓപ്ഷൻ എ 12 hours, ഓപ്ഷൻ ബി 10 hours, ഓപ്ഷൻ സി 24 hours, ഓപ്ഷൻ ഡി 8 hours. എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്ന പറഞ്ഞ വർക്കിംഗ് അവർ എത്രയാ ഫ്രണ്ട് ഓഫീസിന്റെ? ഓപ്ഷൻ സി അല്ലെ, 24 hours. ഓക്കെ, വെരി ഗുഡ്. 24 hours ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഈസ് വർക്കിംഗ് ഡാഷ് അവേഴ്സ്. എത്ര മണിക്കൂറുണ്ട്? ഫ്രണ്ട് ഓഫീസിന് റെസ്റ്റ് ഒന്നുമില്ല, 24 hours അവിടെ വർക്കിംഗ് ആണ്. Okay, 24 hours. Next one. Which of the following area comes under front office? Which of the following area comes under front office? ഏതൊക്കെയാന്ന് നോക്കി, ഏതൊക്കെ ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസിന്റെ ഏരിയയിൽ വരുന്നതെന്ന് നോക്കിയേ. കൺസൾട്ടേഷൻ, മെയിൻ റിസപ്ഷൻ, ഡയഗ്നോസ്റ്റിക് ഏരിയ, ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി എല്ലാവരും വരുന്നല്ലേ, ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരെണ്ണം വെന്റിലേറ്ററിലാണ്. എ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ഡാഷ് വർക്ക്. ഏതിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യാനാണ് സഹായിക്കാനാണ് വെന്റിലേറ്റർ? കിഡ്നി, ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ. ഏതിന്റെയാ? ലങ്സ് അല്ലെ. ലങ്സിന്റെ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വെന്റിലേറ്റർ അല്ലെ, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വെന്റിലേറ്റർ. ഓപ്ഷൻ ബി ആണ്, ലങ്സ് എന്നാണ് കറക്റ്റ് ആൻസർ. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. നെക്സ്റ്റ് നോക്കിയേ,
ഒരു ക്വസ്റ്റ്യനും കൂടി അത് ഫ്രണ്ട് ഓഫീസിലാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് comes under duties and the responsibility of hospital receptionist. ഡ്യൂട്ടീസ് പഠിച്ചില്ല എന്തൊക്കെയാണെന്ന് നോക്കിയേ. റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസിൽ വന്നതാണോ നോക്കിയേ പോയിന്റ്സ്. ഓപ്ഷൻ എയിൽ കൊടുത്തേക്കണേ മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഓപ്ഷൻ ബിയില് ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് പോസ്റ്റ്. അടുത്ത നോക്കി ഓപ്ഷൻ സിയില് മൂവ് ദ പേഷ്യന്റ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾ. ഷെഡ്യൂളിൽ കൂടെ പേഷ്യൻസിനെ ചെയ്യുക. ഓപ്ഷൻ ഡിയിൽ കൊടുത്തേക്കുന്നത് ഏതാണ്? ഓൾ ഓഫ് ദ എബോവ്. ഏതാ? ഒരെണ്ണം മാത്രമേ ഉള്ളോ ദിവ്യ? ഒന്നോടെ ശ്രദ്ധിച്ചേ. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. പേഷ്യൻസിന്റെ റെക്കോർഡ് കാര്യങ്ങള്, ഇൻകമിങ് ഔട്ട് ഗോയിങ് കോളുകൾ കാര്യങ്ങളൊക്കെ, ഔട്ട് ഗോയിങ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. പേഷ്യൻസിനെ അപ്പോയിന്റ്മെന്റിൽ കൂടെ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ മൂവ് ചെയ്യുക. മൂന്നും ആരെയോ ചെയ്യുന്നതാണ്? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ. റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നാളെ എനിക്ക് ഓൾറെഡി ക്ലാസ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ നാളെ ഒരു മണിക്കൂർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരുവിധമൊക്കെ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകാം നമുക്ക് കേട്ടോ. ബാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ ആയിട്ട് തരാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ബാക്കി നാളെ എന്തെങ്കിലും അവരുണ്ട്. അപ്പൊ ഞാൻ വന്ന ബാക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞുതരാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം.